കാലാവസ്ഥാ വ്യതിയാനം മൂലം താപനില ഉയരുന്നത് കൂടുതൽ റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിരുന്നാലും വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്തെ വളരെ മിസ്റ്റീരിയസ് ആയതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു പ്രതിഭാസം നിലകൊള്ളുന്നുണ്ട്. കോൾഡ് ബ്ലോബ് അല്ലെങ്കിൽ വാർമിംഗ് ഹോൾ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രതിഭാസം സത്യത്തിൽ കാലാവസ്ഥാ മോഡലുകൾ അനുസരിച്ച് ഇപ്പോൾ കാണാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. ഇതിനർത്ഥം എന്തോ ഒരു അജ്ഞാത പ്രതിഭാസം ഭൂമിയിലെ കടലുകളിൽ കാണപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. ആഗോളതാപനം ഉണ്ടാകുമ്പോൾ ഭൂമി മുഴുവൻ ചുട്ടുപൊള്ളുന്നു എന്ന് പറയുന്നതിന് വിരുദ്ധമായി ഭൂമിയിലെ ചില സ്ഥലങ്ങളിൽ ആഗോളതാപനം മൂലം അനിയന്ത്രിതമായ തണുപ്പുണ്ടാകുന്നു എന്നുള്ള പുതിയ കണ്ടെത്തലിൻ്റെ രഹസ്യമാണ് നമുക്കറിയേണ്ടത്. അതിനാൽ നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ഒരു കപ്പൽ യാത്ര നടത്താം. വിശാലമായ മേഘാവൃതമായ ആകാശത്തിന് താഴെ ഉയർന്നു നിൽക്കുന്ന ഒരു കപ്പൽ. തിരമാലകളിൽ ആടി ഉലയുന്ന കപ്പലിൻ്റെ ഡെക്കിൽ നിങ്ങൾ നിൽക്കുന്നതായി സങ്കല്പിക്കുക. ഉപ്പുകാറ്റ് നമ്മളുടെ ശ്വാസകോശത്തിനകത്തേക്ക് തുളച്ചു കയറുകയാണ്. ചുറ്റും അറ്റ്ലാന്റിക് സമുദ്രം ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്നു. അവിടെ നിന്നുകൊണ്ട് സമുദ്രത്തിൻ്റെ വിശാലതയിലേക്ക് നോക്കുമ്പോൾ ചില പാറ്റേണുകൾ നമുക്ക് കടലിൽ കാണാൻ കഴിയും. വടക്കോട്ട് സഞ്ചരിക്കും തോറും തണുത്ത ജലത്തിൻ്റെ വളരെ വിചിത്രമായ സാന്നിധ്യം കാണാനും കഴിയും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ ജലപ്രവാഹത്തിനോടൊപ്പമല്ല. അറ്റ്ലാന്റിക് മെറിഡിയണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ അഥവാ AMOC അല്ലെങ്കിൽ AMOC എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഒരു വലിയ സമുദ്രജല പ്രവാഹമാണ് കാണുന്നത്. ചിലർ ഇതിനെ മഹാസമുദ്രത്തിലെ കൺവെയർ ബെൽറ്റ് എന്ന് വിളിക്കാറുണ്ട്. ലളിതമായി പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള പ്രാദേശിക കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്ന ഒരു ജീവരേഖയാണ് ആ സമുദ്രജല പ്രവാഹം. നമ്മൾ ഇന്ന് നടത്തുന്ന ഇതിഹാസ യാത്രയിൽ AMOCൻ്റെ കഥയിലെ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ പരിവേഷണം ചെയ്യും. തിരിച്ച് നമ്മൾ തുറമുഖത്തെത്തുമ്പോൾ ഈ അദൃശ്യമായ നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കുന്ന സമുദ്രജല പ്രവാഹത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളുടെ ചുരുളുകൾ നമ്മൾ അഴിക്കും. സമുദ്രങ്ങളിലൂടെ നദി ഒഴുകുന്നതായി നമുക്ക് സങ്കല്പിച്ച് നോക്കാം. അതെങ്ങനെ സാധ്യമാകും? ഗ്രഹത്തിൻ്റെ 2 ഭാഗം സമുദ്രമാണെങ്കിലും അത് വെറുതെ റാൻഡമായിട്ട് കെട്ടിക്കിടന്നിട്ട് തിരമാലയടിക്കുന്ന വെള്ളമല്ല. പകരം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെയും അതിലൂടെ ലഭ്യമാകുന്ന ചൂടിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പുഴ പോലെ പല ദിശയിലേക്ക് അത് ഒഴുകുന്നുണ്ട്. AMOC അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ചൂടുള്ള വെള്ളത്തിൽ നിന്നാണ്. ഭൂമിയുടെ ഗോളാകൃതിയും അതിനനുസരിച്ച് സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന ലഭ്യതയും കണക്കാക്കുമ്പോൾ ഈ കാണുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം കുത്തനെ പതിക്കുകയും ധ്രുവപ്രദേശങ്ങളിലേക്ക് ചേർന്ന് നമ്മൾ പോകുന്തോറും സൂര്യപ്രകാശം ചരിഞ്ഞ് പതിച്ച് അതിൻ്റെ അളവും തീക്ഷ്ണതയും കുറയുകയും ചെയ്യും. നമ്മൾ ഏറെക്കുറെ ഉഷ്ണമേഖലാ പ്രദേശത്താണ് ജീവിക്കുന്നത് എന്ന് മാപ്പ് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തിനോട് ചേർന്ന് കിടക്കുന്ന കടലിലേക്കുള്ള വെള്ളത്തിൻ്റെ ചൂടും താരതമ്യേന കൂടുതലായിരിക്കും. ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ഉഷ്ണമേഖല അറ്റ്ലാന്റിക് പ്രദേശത്ത് സൂര്യരശ്മി പതിക്കുന്നത് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. അത് ഈ പ്രദേശത്തെ ജലത്തിൻ്റെ ആകമാനമുള്ള താപനില വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ബാഷ്പീകരണം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നു. അതായത് വെള്ളം നീരാവിയായി മാറുന്നു. ഉപ്പുവെള്ളത്തിൽ നിന്നും ശുദ്ധജലം മാത്രമാണ് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോവുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിന് തൊട്ടടിഭാഗത്ത് നല്ല രീതിയിലുള്ള ഉപ്പുവെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകും. അങ്ങനെ ഉയർന്ന ലവണാംശമുള്ള ഒരു സ്വഭാവം ഹോട്ട് ടബ് പോലെ കുഴികൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. ഉപ്പിൻ്റെ അംശം കൂടുതലാണെങ്കിലും ഓവറാൾ അത് ചൂടായതുകൊണ്ട് താരതമ്യേന സാന്ദ്രത കുറവാണ് ഇവിടെ. ഈ ചൂടുള്ള ഉപ്പുവെള്ളം ഗൾഫ് സ്ട്രീം എന്ന് വിളിക്കുന്ന ശക്തമായ പ്രവാഹത്തോടൊപ്പം വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തേക്ക് പോകുന്നതിന് വേണ്ടി വടക്കോട്ട് സഞ്ചരിക്കുന്നു. തുടർന്ന് കിഴക്കോട്ട് യൂറോപ്പിലേക്ക് പോകുന്നു. ഇത് സഞ്ചരിക്കുമ്പോൾ ഉയർന്ന അക്ഷാംശങ്ങളിലേക്കുള്ള ചൂടെത്തിക്കുന്ന ഒരു ആഗോള മെയിൽ കാരിയറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ കടുത്ത തണുപ്പാണെങ്കിലും ചൂടുവെള്ളം എത്തുന്നത് അവിടെയുള്ള പ്രദേശങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. നമ്മൾ ഈ അക്ഷാംശങ്ങളിലേക്ക് ഒരു കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ലോകത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് മിതമായ ശൈത്യകാലം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഉദാഹരണത്തിന് ഭൂമിശാസ്ത്രപ്രകാരം മോസ്കോയും ലണ്ടനും കാനഡയിലെ ചില പ്രദേശങ്ങളും ഒക്കെ തന്നെ ഒരേ താപനിലയിൽ വരുന്ന സ്ഥലത്താണ് അക്ഷാംശ രേഖ നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ മോസ്കോ വളരെയധികം തണുത്തതും ബാക്കിയുള്ള ലണ്ടനും കാനഡയിലെ പ്രദേശങ്ങളും മിതമായ തണുപ്പ് മാത്രം അനുഭവപ്പെടുന്നതായി നിലനിൽക്കുന്നുണ്ട്. വർഷത്തിലെ എല്ലാ കാലമല്ല പറയുന്നത്, ഭൂരിഭാഗം സമയവും. ഇങ്ങനെ ചൂടുവെള്ളം കലർന്ന പ്രവാഹത്തിനോടൊപ്പം വടക്കോട്ട് നമ്മൾ വീണ്ടും സഞ്ചരിക്കാൻ പോവുകയാണ്. ക്രമേണ കടലും കാറ്റും തണുക്കുന്നു. ഗ്രീൻലാൻഡിനും ഐസ്ലാൻഡിനും അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരു സമയത്ത് നല്ല ചൂടായിരുന്ന വെള്ളം തണുത്ത അന്തരീക്ഷത്തിലേക്ക് അതിൻ്റെ ചൂടിനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോൾ തണുത്ത വെള്ളം ചൂടുള്ള വെള്ളത്തേക്കാൾ സാന്ദ്രത ഉള്ളതായി കാണപ്പെടുന്നുണ്ട്. കാരണം ഉപ്പിൻ്റെ അംശം. ഉപ്പുവെള്ളം അവിടെ സ്വാഭാവികമായിട്ടുള്ള ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത ഉള്ളതാണ് എന്ന് നമുക്കറിയാം. അതിനാൽ അറ്റ്ലാന്റിക്കിൻ്റെ വടക്കൻ ഭാഗങ്ങളിലെത്തിയ ഈ തണുത്ത ഉപ്പുള്ള വെള്ളം കൂടുതൽ ഭാരമുള്ളതിനാലും സാന്ദ്രത ഉള്ളതിനാലും ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകാനായിട്ട് ആരംഭിക്കും.
എമോക്ക് എന്ന പ്രതിഭാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നിങ്ങൾ ശ്രദ്ധിക്കുക. താഴ്ന്ന വെള്ളം ആഴങ്ങളിലേക്ക് ഒരു ശക്തമായ ഒഴുക്കുണ്ടാക്കുന്നു. ഈ ഒഴുക്ക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിക്കുന്ന ഒരു ഇൻവിസിബിൾ ഇന്നർ പ്രതിഭാസമായി മാറുന്നു. ഈ ഒരു പ്രതിഭാസം വളരെ അനിവാര്യമാണ്. മുകളിൽ വടക്കേ ഭാഗത്തേക്ക് ചൂടുവെള്ളം കൊണ്ടുപോവുകയും അത് താഴ്ന്ന് കറങ്ങി തെക്കോട്ട് വരുന്നതുമായ ഒരു എസ്കലേറ്ററിനെയാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഈ ലൂപ്പിനെയാണ് ശാസ്ത്രജ്ഞർ മെറിഡിയണൽ ഓവർടേണിംഗ് എന്ന പേരുകൊണ്ട് വിളിക്കുന്നത്. മെറിഡിയൻ എന്നാൽ ഭൂമിയുടെ രേഖാംശ രേഖകൾ അനുസരിച്ച് വടക്ക് നിന്ന് തെക്കോട്ട് എന്നർത്ഥം. ഈ തെക്കോട്ട് പോകുന്ന അടിത്തട്ടിലെ തണുത്ത ജലം അന്തർഭാഗത്ത് നിന്ന് പോഷകസമൃദ്ധമായ വസ്തുക്കൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഭൂമധ്യരേഖാ പ്രദേശവും കടന്ന് ദക്ഷിണാർദ്ധ ഗോളത്തിലെ അന്റാർട്ടിക്കയുടെ അടുത്തേക്കെത്തുന്നു. അതിനുശേഷം അത് വീണ്ടും ഉയർന്നു വരികയും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലേക്കുമൊക്കെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അതായത് ഈ സമുദ്രപ്രവാഹത്തിൽ പെട്ടുപോകുന്ന ഒരു ജലത്തുള്ളിയെ നമ്മൾ രഹസ്യമായി പിന്തുടർന്നാൽ അത് ദശകങ്ങൾ സഞ്ചരിച്ച് ഭൂമിയിലുള്ള എല്ലാ കടലുകളിലേക്കും പോകുന്നതായും കറങ്ങി വരുന്നതായും അതിനൊരുപാട് സമയമെടുക്കുന്നതായും കാണാം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, നമ്മൾ മാനസികമായി ഒരു കപ്പലിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു യാത്ര ആസ്വദിക്കുകയും സമുദ്ര പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുകയുമാണല്ലോ ചെയ്യുന്നത് എന്ന്. എന്നാൽ ഇവിടെ ഭൂമിയുടെ വടക്കൻ പ്രദേശങ്ങളെ ചൂടാക്കി യൂറോപ്പിലെ ചില ഭാഗങ്ങളിൽ ഐസാകുന്നത് തടയുകയും ആഗോള കാറ്റുകളുടെ ഗതി മാറ്റിക്കൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്. മാത്രമല്ല, ഉഷ്ണമേഖലാ കാറ്റുകൾ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെൻഷൻ സോൺ അഥവാ ITCZ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യ, പടിഞ്ഞാറൻ ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ മൺസൂൺ മഴയെ ശക്തമാക്കുന്നത് ഇതാണ്. ഇനി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും സമുദ്ര ജലജീവികളെ നിലനിർത്തുന്നതിനും കടലിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് പോഷകങ്ങൾ എത്തിക്കാനുമൊക്കെ തന്നെ നമുക്ക് കൃത്യമായി ഈ ഒരു പ്രതിഭാസത്തെ ആവശ്യമുണ്ട്. മത്സ്യബന്ധനത്തെയും ആവാസ വ്യവസ്ഥയെയും സ്വാധീനിക്കുകയും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന രീതിയിൽ വർഷത്തിൽ ഇന്ന സമയങ്ങളിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്താനും നമുക്ക് കഴിയുന്നു. നമ്മുടെ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു കൺവെയർ ബെൽറ്റിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഏഷ്യയുടെ ഭക്ഷ്യ കലവറ മുതൽ യൂറോപ്പിൻ്റെ തീരപ്രദേശങ്ങളും നഗരങ്ങളും വരെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സമുദ്രത്തിൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്ന താപനിലയെ അനലൈസ് ചെയ്യുന്ന മാപ്പുകൾ നമ്മൾ കപ്പലിൽ ഇരുന്നു കൊണ്ട് സ്കാൻ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. കാലാവസ്ഥാ വ്യതിയാനവും ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവും കാരണം ലോകത്തിലെ മിക്കവാറും എല്ലാ സമുദ്രഭാഗങ്ങളും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിചിത്രമായ സൂചന കണ്ടെത്തി അതിനെ പിന്തുടർന്നു പോകുന്നത് പോലെ സത്യത്തിൽ വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്തിന് ചേർന്ന് അപ്രതീക്ഷിതമായ ഒരു തണുത്ത റീജിയൻ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് കാരണം എമോക്കാണ്. എന്തുകൊണ്ടാണ് ഇത്ര വിചിത്രമായി തീരുന്നത്? കാരണം കാലാവസ്ഥാ മോഡലുകൾ സാധാരണയായി ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ വ്യാപകമായി കൂടിക്കൊണ്ടിരിക്കുന്ന ചൂടിനെക്കുറിച്ച് പഠിക്കാൻ ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ചൂട് കൂടിയ ഭാഗങ്ങളെ ചുവന്ന നിറത്തിലാണ് കാണിക്കുന്നത്. എന്നാൽ ആ മാപ്പിൽ ഒരു പ്രദേശം മാത്രം വളരെ തണുത്തുറഞ്ഞ പോലെ നീല നിറത്തിലോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള നിറത്തിലോ ഒക്കെ തന്നെ വേറിട്ട് നിൽക്കും. ഈ വൈവിധ്യത്തിന് പ്രധാന കാരണം എമോക്കിൻ്റെ വേഗത കുറയുന്നതാണ്. ഇനി നമുക്ക് ഗ്രീൻലാൻഡിൻ്റെ അടുത്തുകൂടി സഞ്ചരിക്കുന്നതിന് വേണ്ടി കപ്പലിനെ തിരിക്കാം. അങ്ങനെയാണെങ്കിൽ മഞ്ഞുരുകുന്നതിൻ്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് അതിവേഗം ഉരുകിക്കൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് വലിയ അളവിൽ ശുദ്ധജലം വടക്കൻ അറ്റ്ലാന്റിക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ശുദ്ധജലം ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്നതിനാൽ ഇത് സമുദ്രത്തിൻ്റെ മുകളിൽ ഒരു ലെൻസ് പോലെ രൂപം കൊള്ളുന്നു. എമോക്കിൻ്റെ സാന്ദ്രത കൂടിയ ഉപ്പുവെള്ളം താഴേക്ക് പതിപ്പിക്കുന്നതിനെ ആശ്രയിക്കുന്നതിനാൽ ശുദ്ധജലം കൂടുതലായി എത്തിക്കഴിഞ്ഞാൽ ഈ പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാകും. ഇത് സത്യത്തിൽ സമുദ്രജല പ്രവാഹങ്ങളെ ദുർബലപ്പെടുത്തും. ഇതാണ് കോൾഡ് ബ്ലോബ് എന്നൊരു പ്രതിഭാസത്തിന് കാരണമാകുന്നത് എന്ന് ഗവേഷകർ കരുതുന്നു. ലവണാംശം ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നതിനാൽ സമുദ്രജലം താഴേക്ക് പതിക്കാനുള്ള സാധ്യത കുറയുന്നു. ഒരു നദിയിൽ കൂടുതൽ പൊങ്ങിക്കിടക്കുന്ന മരങ്ങൾ നമ്മൾ ഇട്ടാൽ ആ നദിയുടെ ഒഴുക്ക് എങ്ങനെയാണ് തടസ്സപ്പെടുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ കോൾഡ് ബ്ലോബിൻ്റെ സാന്നിധ്യം പല കാലാവസ്ഥാ ഗവേഷകരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. എമോക്കിൻ്റെ വേഗത കുറയുന്നത് 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി മാത്രമേ വ്യക്തമാകൂ എന്ന് ചില കാലാവസ്ഥാ മോഡലുകൾ പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നത് ഗ്രീൻലാൻഡിൻ്റെ ഐസ് ഷീറ്റിൻ്റെ ഉരുകൽ നിരക്ക് പോലെയുള്ള ചില പ്രതിഭാസങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ വളരെ വില കുറച്ച് കാണുകയാണ് എന്ന് മനസ്സിലാക്കാം. എങ്കിലും എല്ലാവരും ഇതിനോട് ഒരുപോലെ യോജിക്കുന്നില്ല. വെറും 20 വർഷത്തെ ഡാറ്റ എന്നത് ഭൂമിയുടെ കാലാവസ്ഥയുടെ കാര്യത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഉറപ്പില്ലാതെ നിലനിൽക്കുമ്പോഴും നമ്മുടെ ഗ്രഹം ചൂടാകുന്നു എന്നുള്ളതും അതിനനുസരിച്ച് സമുദ്രത്തിനുണ്ടാകുന്ന റിയാക്ഷനെക്കുറിച്ചും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിഷമം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എമോക്ക് എന്ന് പറയുന്ന സംഭവം. എന്തായാലും ഈ ഒരു പ്രതിഭാസം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്.
നമ്മുടെ കപ്പൽ ഗ്രീൻലാൻഡിനടുത്തുള്ള ഒരു തുറമുഖത്തെത്തി നിൽക്കുകയാണ്. കപ്പലിൻ്റെ ഡെക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ പുരാതന സമുദ്രപ്രവാഹങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നെനിക്ക് തോന്നി. ഇതിനുള്ള വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കും എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഗ്രീൻലാൻഡിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ഇറങ്ങിച്ചെന്ന് മണ്ണിൽ തുരങ്കമുണ്ടാക്കിയാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വീണ മഞ്ഞിൻ്റെ പാളികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓരോ പാളിയിലും കട്ടിയുള്ള മഞ്ഞ് കാണാമെങ്കിലും അവയിൽ പുരാതന അന്തരീക്ഷത്തിലെ വായുവിൻ്റെ കുമിളകൾ ട്രാപ്പായി കിടപ്പുണ്ട് എന്നൊരു വസ്തുതയുണ്ട്. ഇത്തരം ബബിളുകളെ ശ്രദ്ധാപൂർവം വേർതിരിച്ച് പഠിക്കുന്നതിലൂടെ ഗവേഷകർക്ക് ഭൂമിയുടെ വിദൂര ഭൂതകാലത്തിലെ മീഥൈൻ, കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും മീഥൈൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തണ്ണീർത്തടങ്ങളെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട്. മൺസൂൺ ശക്തമാകുമ്പോൾ തണ്ണീർത്തടങ്ങൾ വികസിക്കുകയും കൂടുതൽ മീഥൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ മീഥൈൻ്റെ അളവിലെ മാറ്റങ്ങൾ മഴയുടെ രീതിയെക്കുറിച്ചും ഏമോക്കിൻ്റെ ശക്തിയെക്കുറിച്ചുമൊക്കെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള ഗുഹകളിലേക്കാണ്. സാമ്പിളുകൾ ശേഖരിക്കാനാണ് നമ്മൾ ഈ പോകുന്നത്. മുകളിൽ നിന്ന് വെള്ളം തുള്ളിത്തുള്ളിയായി വീണ് കാൽസൈറ്റ് പാളികളായി രൂപം കൊണ്ട ഉയരം കൂടിയ ഇത്തരം സ്തൂപികകൾ നമുക്ക് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള ഗുഹകളിൽ കാണാം. ഓരോ പാളിയിലും ഗുഹയുടെ മുകളിലുള്ള മഴയുടെ രീതികളെ പ്രതിഫലിപ്പിക്കുന്ന ഓക്സിജൻ്റെ ഐസോടോപ്പുകൾ അട്ടി ഇരിക്കുന്നതായി കാണാൻ കഴിയും. ഇത് ശക്തമായ മൺസൂൺ സമയങ്ങളിൽ ഈ സ്തൂപികകളിലെ രാസപരമായിട്ടുള്ള ഒരു സിമ്പലായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഏമോക്ക് ശക്തമായിരുന്ന അല്ലെങ്കിൽ ദുർബലമായിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമതായി ഒരു സാധ്യത എന്ന് പറയുന്നത് മുങ്ങിക്കപ്പലിൽ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുക എന്നുള്ളതാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സാമ്പിളുകളിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള താപനിലയും ലവണാംശവും വ്യക്തമാക്കുന്ന ചെറിയ ഷെല്ലുകളും മറ്റവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. ശുദ്ധജലം എപ്പോഴാണ് അറ്റ്ലാന്റിക്കിലേക്ക് ഒഴുകിയെത്തിയത്, സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ എപ്പോഴാണ് മാറിയത് എന്നൊക്കെ തന്നെ ശാസ്ത്രജ്ഞർക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിയും. ഈ 3 തെളിവുകളും താരതമ്യം ചെയ്യുന്നതിലൂടെ പാലിയോ ക്ലൈമറ്റോളജിസ്റ്റുകൾ ഭൂമിയുടെ കാലാവസ്ഥാ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 70,000 മുതൽ 12,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ ഹിമയുഗത്തിൻ്റെ സമയത്ത് വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും വലിയ ഭാഗങ്ങളിൽ മഞ്ഞുപാളികൾ നിറഞ്ഞിരുന്നതായി സൂചനയുണ്ട്. ആ ഒരു കാലയളവിൽ ഏമോക്ക് കുറഞ്ഞത് ഒരു 25 തവണയെങ്കിലും പ്രവർത്തനരഹിതമായിരുന്നിരിക്കണം. ഇത് കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഗ്രീൻലാൻഡിലെ ഐസ്കോർ പഠനങ്ങളിൽ ഡാൻസ്കാർഡ് ഓസ്കർ ഇവൻറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസത്തിൽ കുറഞ്ഞ ദശാബ്ദങ്ങൾക്കുള്ളിൽ ഏകദേശം 11 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ വ്യതിയാനമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിക്കും? അറ്റ്ലാന്റിക്കിലെ ശുദ്ധജലത്തിൻ്റെ അളവും താപനിലയും തമ്മിലുള്ള ഒരു നിർണായകമായ ബാലൻസ് തെറ്റുന്നത് അനുസരിച്ചാണ് സത്യത്തിൽ ഇത് സംഭവിക്കുന്നത്. മേൽപ്പറഞ്ഞ സമുദ്രജല പ്രവാഹം പ്രവർത്തനം നിർത്തുമ്പോൾ, അതായത് ഏമോക്ക് പ്രവർത്തനം നിർത്തുമ്പോൾ വടക്കൻ അക്ഷാംശങ്ങൾ അതിശയകരമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ ആരംഭിക്കും. പിന്നീട് ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഒഴുക്ക് വീണ്ടും പുനരാരംഭിക്കുകയും പെട്ടെന്ന് അവിടെയൊക്കെ തന്നെ ചൂടാവുകയും ചെയ്യാം. ശരിയായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഗ്രഹം ഒരു ലൈറ്റ് സ്വിച്ച് പോലെ കാലാവസ്ഥ മാറ്റാറുണ്ട്. എന്തായാലും ഏമോക്ക് തകരുന്നത് ഗ്രീൻലാൻഡിൻ്റെ താപനിലയെ മാത്രമല്ല സ്വാധീനിക്കുന്നത്. ITCZ സ്വാധീനിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ മഴ തെക്കോട്ട് മാറുകയും ആഫ്രിക്ക, തെക്കൻ ഏഷ്യ, തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മൺസൂണിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് ചിലപ്പോൾ വെള്ളപ്പൊക്കമാവാം, വരൾച്ചയാകാം. യൂറോപ്പിൽ കടുത്ത ശൈത്യം അനുഭവപ്പെടുകയും ചില സമയങ്ങളിൽ മിനി ഹിമയുഗത്തിന് സമാനമായ അവസ്ഥകളിലേക്ക് എത്തുകയും ചെയ്യാം. ഇപ്പോൾ ലോകത്തിലെ പല പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്ന അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും കൂടുതൽ ശക്തമായി ഉണ്ടാവുകയും ജീവിത സാഹചര്യങ്ങൾ മോശമായി മാറുകയും ചെയ്യും. ഈ മാറ്റങ്ങൾ മൃഗങ്ങളെയും മനുഷ്യരെയും സുരക്ഷിതമായ കാലാവസ്ഥയിലേക്കും അതുപോലെ തന്നെ ജീവൽ സ്രോതസ്സുകളിലേക്കും കുടിയേറാൻ വേണ്ടി നിർബന്ധിക്കും. പുരാതന ലോകത്ത് ചെറിയ ജനസംഖ്യകളുള്ള ഗ്രൂപ്പുകളായിരുന്നതിനാൽ അത്തരം കുടിയേറ്റങ്ങൾ സാധ്യമായിരുന്നു. ആധുനിക കാലത്ത് സംഭവിച്ചാൽ ആഗോളതലത്തിൽ വലിയ തടസ്സങ്ങളാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് മൺസൂൺ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് വലിയ പ്രശ്നമായി മാറും. ഭക്ഷണക്ഷാമമുണ്ടാകും. ഏകദേശം 1,28,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ ഇൻ്റർഗ്ലേഷ്യർ കാലഘട്ടത്തിൽ ഭൂമി വ്യാവസായിക കാലഘട്ടത്തിന് മുൻപുള്ളതിനേക്കാൾ ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസ് വരെ അധികം ചൂടുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചൂട് ഏകദേശം 1.2 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ എത്തിയതുകൊണ്ട് സമാനമായൊരു പഴയ കാലഘട്ടം പഠിക്കുന്നത് വളരെ പ്രധാനമാണ്.
കഴിഞ്ഞ ഇൻ്റർഗ്ലേഷ്യർ കാലഘട്ടത്തിൻ്റെ സമയത്ത് ഗ്രീൻലാൻഡിൻ്റെ വലിയൊരു ഭാഗം ഉരുകി വടക്കൻ അറ്റ്ലാന്റിക്കിലേക്ക് ശുദ്ധജലമായി എത്തിച്ചേർന്നിരുന്നു. സമുദ്രത്തിലെ അവശിഷ്ടങ്ങളിൽ നിന്നും ഇന്ന് കാണുന്ന അതേ പ്രദേശത്ത് ഒരു വലിയ കോൾഡ് ബ്ലോബ് രൂപപ്പെട്ടതായി ശാസ്ത്രജ്ഞർ തെളിവ് സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. ഏമോക്കിൻ്റെ വേഗത കുറഞ്ഞതായും അവർ കണ്ടെത്തി. ഇത് കാലാവസ്ഥാ രീതികളിൽ മാറ്റങ്ങൾ വരുത്താൻ കാരണമായിട്ടുണ്ട്. നമ്മൾ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറച്ചില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ താപനില 3 ഡിഗ്രി സെൽഷ്യസിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇത് അവസാനമായി നമ്മൾ പറഞ്ഞ കാലഘട്ടത്തിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തെ പ്രതിഭാസങ്ങളെ പ്രവചിക്കാൻ നമുക്ക് പഴയ മോഡലുകളൊന്നുമില്ല. വിളകൾ, ജലസ്രോതസ്സുകൾ, സമുദ്രജീവികൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 2004 ശാസ്ത്രജ്ഞർ അറ്റ്ലാന്റിക്കിലെ 26 ഡിഗ്രി നോർത്ത് അക്ഷാംശത്തിൽ ഏമോക്കിൻ്റെ ശക്തി അളക്കാൻ വേണ്ടി ചില ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഈ ഉപകരണങ്ങൾ താപനിലയും ലവണാംശവും രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് 20 വർഷത്തെ നിരീക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ഏമോക്കിൻ്റെ ശക്തി കുറയുന്നതായി സൂചനകളുണ്ട് എന്ന് ഞാൻ മുൻപ് പറയുകയും ചെയ്തത്. എങ്കിലും സമുദ്രത്തിൻ്റെ സ്വാഭാവികമായ വ്യതിയാനം പരിഗണിക്കുമ്പോൾ ഇത് വളരെ കുറഞ്ഞ സമയമാണെന്ന് പറയാതെ വയ്യ. ചില വർഷങ്ങളിൽ ഡാറ്റയിൽ കുറവ് കാണാം, മറ്റു ചില വർഷങ്ങളിൽ പുരോഗതിയും കാണാം. ഒരു ദിവസത്തെ കാലാവസ്ഥയിൽ നിന്നും നമ്മുടെ മൊത്തത്തിലുള്ള കാലാവസ്ഥയെ വിലയിരുത്താൻ പാടില്ലല്ലോ. എന്തായാലും ആഗോളതാപനത്തിന് ഒരു ആഫ്റ്റർ എഫക്റ്റുകളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കാം. ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് ഉയർന്ന രീതിയിൽ തുടർന്നാൽ 2100 ആകുമ്പോൾ 55% വരെ ഏമോക്ക് ദുർബലമാകും എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും മഞ്ഞുരുകുന്നത് അത്ര ശുഭസൂചന അല്ല എന്നതിൽ നിന്ന് തുടങ്ങി ഇതുപോലെയുള്ള വളരെ വലിയ ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാനും കപ്പലിനെ കരയ്ക്കടുപ്പിച്ചപ്പോൾ തെല്ലും ഭയത്തോടെയും വിഷമത്തോടെയും കൂടിയാണ് കപ്പലിൽ നിന്ന് ഇറങ്ങുന്നത്. ലോകം കാത്തിരിക്കുന്ന വലിയ ദുരന്തങ്ങളിൽ ഒന്നിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെയല്ല. നന്ദി, നമസ്കാരം.